നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇനിയുള്ള ഒരു മണിക്കൂറിൽ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് കുതിച്ചുയരുകയാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്ന് തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സർക്കാർ. അവധിക്കാല ക്ലാസുകൾക്കും നിയന്ത്രണമുണ്ട്. ചൂട് കൂടുന്നതിനൊപ്പം വൈദ്യുതി ഉപഭോഗവും സംസ്ഥാനത്ത് കൂടുകയാണ്. തൽക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. വൈദ്യുതി നിയന്ത്രണം വേണ്ട എന്ന് സർക്കാർ KEB അറിയിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം അലയടിക്കുകയാണ്. ഇതെല്ലാമാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സ്വാഗതം. കേരളം വെന്തുരുകുന്നു. സംസ്ഥാനത്ത് ഉടനെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. പകരം പ്രാദേശികമായി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കും. കൃഷിക്കുള്ള പമ്പിംഗ് പകൽ മാത്രമാക്കുക, വൻകിട വ്യവസായശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. KEB അധികൃതർ യോഗം ചേർന്ന് ബദൽ മാർഗങ്ങൾ സർക്കാരിനെ അറിയിക്കും. വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെ കാണും. VA ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ഗിരീഷ്, സ്വാഭാവികമായും സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ്. വലിയ വില കൊടുത്താണ് വൈദ്യുതി നമ്മൾ വാങ്ങുന്നത്. കനത്ത ചൂടുമാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. ലോഡ് ഷെഡിംഗ് വേണ്ട എന്ന തീരുമാനത്തിലെത്താൻ കാരണം എന്താണ്? പകരം ഏത് തരത്തിലുള്ള നിയന്ത്രണം നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും KEB ചെയർമാൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ഈ ചൂട് സമയത്ത് വീണ്ടും ഒരു ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ വിശദീകരിച്ചത്. എന്നാൽ KEB ആകട്ടെ നിയന്ത്രണം വേണം, ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കണമെന്ന ഒരേ നിലപാടിലായിരുന്നു. ഇതിന് KEB രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, 90 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഓരോ ദിവസവും പുറത്തു നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നു. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രസരണ വിതരണ ശൃംഖല വഴി ഈ സമയത്ത് പീക്ക് അവേഴ്സിലെ ഉപയോഗം കൂടുന്നതോടുകൂടി പലപ്പോഴും ട്രിപ്പാകുന്നതിനും ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടെ തകരാറിലാകുന്നതിനും ഇത് ഇടയാക്കുന്നുണ്ട്. 1.5 മാസത്തിനിടയിൽ 2000-ഓളം ട്രാൻസ്ഫോമറുകൾ ഇത്തരത്തിൽ തകരാറിലായി എന്നുള്ളതാണ് KEB ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും KEB വാദിച്ചു. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഈ നിലപാട് വൈദ്യുതി മന്ത്രി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, ബദൽ മാർഗങ്ങൾ ഒരുക്കുന്നതിന് KEBക്ക് നിർദ്ദേശം നൽകിയത്. KEB യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇതിനുശേഷം KEBയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിയെ കാണും. ഇതിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് ഈ യോഗം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് വ്യവസായശാലകൾക്ക് ഭാഗിക നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള ഒരു തീരുമാനമാണ്. വൻകിട വ്യവസായശാലകളിൽ രാത്രി സമയത്തിൽ വൈദ്യുതി ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കുക, ഈ സമയങ്ങളിൽ വ്യവസായശാലകളിലേക്ക് വൈദ്യുതി നൽകാതിരിക്കുക, പവർ കട്ടിന് തുല്യമായ തരത്തിലുള്ള നിയന്ത്രണം ഈ വ്യവസായശാലകൾക്ക് കൊണ്ടുവരുന്നു. ശരി, ഏതായാലും ഗിരീഷ് പറഞ്ഞ പോലെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ട, മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ വേണ്ടി KEBയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വ്യവസായശാലകളിൽ വൈദ്യുതി നിയന്ത്രിക്കുക വൈകുന്നേരം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കും. VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് വരും ദിവസങ്ങളിലും കേരളത്തിൽ ഉഷ്ണതരംഗ പ്രതിഭാസം ഉണ്ടാകും എന്നാണോ? ഇതിന്റെ വെളിച്ചത്തിലാണോ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൽക്കാലം അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, തീർച്ചയായും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് 12 ജില്ലകളിൽ നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതുപോലെ തൃശ്ശൂരിലും കോഴിക്കോടും
താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അത്യുഷ്ണം മൂലം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത്യുഷ്ണം അനുഭവപ്പെടാൻ ഈ മേഖലകളിൽ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് 8 ജില്ലകൾ കൂടി സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ഉയർന്ന ചൂടിന്റെ പശ്ചാത്തലത്തിൽ അസാധാരണമായ അതിതീവ്രമായ ചൂട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ഈ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ, ചീഫ് സെക്രട്ടറി, ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നത് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 6 വരെ അടച്ചിടാൻ തീരുമാനിച്ചതാണ്. അത് ചൂടിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണമെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഉണ്ട്. അതുമാത്രമല്ല പോലീസ്, അതുപോലെ ഫയർഫോഴ്സ്, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും അത് ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി വന്നിട്ടുള്ളത്. മറ്റുള്ളത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളിൽ ചിലതാണ്. പകൽ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ ഈ കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ അവരുടെ ജോലി സമയം ഇതിനനുസരിച്ച് ചൂടിനനുസരിച്ച് സമയം ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ ആസ്പെറ്റോസ്, അതുപോലെ ടിൻ ഷീറ്റ് മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം എന്ന നിർദ്ദേശമുണ്ട്. ഇത്തരം മേൽക്കൂരകൾക്കടിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം ഈ അവലോകന യോഗത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഉയർന്ന ചൂടിങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മാർക്കറ്റുകളൊപ്പം കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷാ മുൻകരുതൽ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പം സ്കൂളുകൾ, ആശുപത്രികൾ, അവിടെയൊക്കെ ഫയർ ഓഡിറ്റും ആ സംവിധാനവും ഒക്കെ ഉറപ്പുവരുത്തി സുരക്ഷാ മുൻകരുതൽ പാലിക്കണം. കാട്ടുതീ പടരാനുള്ള സാധ്യതയുള്ളതിനാൽ ആ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത തുടരണമെന്ന് അറിയിക്കുന്നുണ്ട്. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും ഈ കലാകായിക മത്സരങ്ങൾ, പരിപാടികളൊന്നും നടത്തരുതെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇന്ന് ഉയർന്നു വന്നത്, അടുത്ത ആഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശം ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കളക്ടർമാർ ഈ യോഗം ചേർന്ന് ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി അത്തരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ എന്നീ കേരളത്തിലെ ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരും ഇന്നും നാളെയും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രത ആവശ്യമാണ് എന്ന ഒരു നിർദ്ദേശമാണ് വരുന്നത്. അലക്സ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം. മലപ്പുറത്തും കോഴിക്കോടുമാണ് മരണമുണ്ടായത്. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷുമാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, സൂര്യാഘാതമേറ്റുള്ള 2 മരണം കോഴിക്കോടും മലപ്പുറത്തും, എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഗോപി, സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന 2 പേരുടെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് കൂടിയാണ്. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളായ ഇവർ 2 പേരുടെയും മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇന്ന് ഉണ്ടായത്. അതിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഹനീഫ ഇന്നലെ വയലിൽ പണിയെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് അല്പം ഗുരുതരമായതിനാൽ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാകുന്നത്. ഒപ്പം കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷ്, അദ്ദേഹവും ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, 41 വയസ്സുകാരനാണ്. അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൻ്റെ ജോലിക്കിടെ കുഴഞ്ഞു വീഴുന്നത്. ഈ സൂര്യാഘാതം ഏറ്റതാണ് എന്നുള്ള കാര്യം അപ്പോൾ അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെയും മരണം ഇന്ന് രാവിലെ ഏതാണ്ട് 4 മണിയോടടുപ്പിച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 2 പേരാണ് സൂര്യാഘാതമേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ചൂടാണ് ഈ കോഴിക്കോടും മലപ്പുറത്തും അനുഭവപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത, ആ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. നേരത്തെ ഈ
ജോലി നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് മരിച്ച രണ്ടുപേരും ഇത്തരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരാൾ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, ഒരാൾ വയലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള കാലയളവിൽ ആ ഒരു സമയത്ത് ഈ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുഴഞ്ഞു വീണ രണ്ടുപേരും ഈ സമയത്ത് ജോലി ചെയ്തിരുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ആ രീതിയിലുള്ളൊരു നിയന്ത്രണം, ആ രീതിയിലുള്ളൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ തടഞ്ഞു നിർത്താനായി സാധിക്കുള്ളൂ. ഗോപി. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യമായാണ് ചൂടിന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. കൃഷ്ണഗിരി, ധർമ്മപുരി, കള്ളക്കുറിച്ചി, പെരുമ്പല്ലൂർ, കരൂർ, ഈറോഡ്, നാമക്കൽ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാണിപ്പേട്ട്, വെല്ലൂർ, തിരുപ്പത്തൂർ, തിരുവണ്ണാമലൈ, സേലം, ട്രിച്ചി, തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടായ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഇന്നലെ കരൂർ പരമതിയിൽ 44 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക്. നിക്ഷേപിച്ച 5 ലക്ഷം രൂപ മടക്കി നൽകാത്തതിനാലാണ് സോമസാഗരം ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങി. അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് അവർ ഇവിടുന്ന് അല്ലാതെ ഒരു അനക്കവും ഇല്ല. പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. പണം കിട്ടാത്തതിൽ ചേട്ടന് വലിയ വിഷമം ഉണ്ടായിരുന്നല്ലേ? പ്രത്യേകിച്ച് മകളുടെ ആവശ്യത്തിനല്ലായിരുന്നു? മകളുടെ ആവശ്യത്തിന് വീട് പണിക്ക് വേണ്ടിയാണ് ഇട്ടിരുന്നത്. ഇപ്പം മോളെ കല്യാണമൊക്കെ അടുത്തു, എന്നിട്ട് ഇവർ പൈസ കൊടുക്കത്തില്ല. ഇതൊക്കെ അവിടെ 6 മാസം കൊണ്ടെന്ന് പറയുകയാണ് പരിപാടി. എനിക്ക് വീടില്ല, ഇന്നതാണ്. അപ്പം എനിക്ക് അതെല്ലാം പ്രശ്നം. എൻ്റെ മോളെ അയക്കണം, എനിക്ക് ആ പൈസ തരണം. ഇത് നിരന്തരം 6 മാസം കൊണ്ട് ചെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ഇപ്പം ഭീഷണിയായി, നീ പഠിച്ച പോലെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പം വന്ന വൈദ്യ ചെയ്ത്. ഞാൻ ചോദിച്ച അണ്ണ എന്തിനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിങ്ങനെ ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രയാസം ഒന്ന് പറഞ്ഞ്. പണം നൽകിയില്ല എന്ന ആരോപണവുമായി ബാങ്കിനെതിരെ കൂടുതൽ നിക്ഷേപകർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ തരാമെന്ന് എന്നോട് മാനേജർ പറഞ്ഞു. ഞാൻ അതും പ്രകാരം വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പം പൈസ തരാനില്ല, ആരും അടയ്ക്കാറില്ല, വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു വിടുന്നു. അതിന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ വന്നാൽ കുറേശ്ശെ നിങ്ങൾക്ക് തരാം. അങ്ങനെ 2-4 മാസം കൊണ്ട് ഞാൻ വന്നപ്പോഴും 1500, 2500, 5000 രൂപ മാത്രം ഈ 53 എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പൈസയ്ക്കാണ് വന്നത്. ഇതേ എനിക്കറിയാവൂ. ഞാൻ 2 മാസത്തിന് മുന്നിലേ ചോദിച്ചിരുന്നു 50,000. അപ്പോൾ ഇവർ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു, ഏറ്റു പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. അവിടെ വന്ന് പറഞ്ഞപ്പോൾ ഈ 50,000 ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തു തരാൻ ഇല്ല, നിങ്ങൾക്ക് ചില്ലറയായിട്ട് തരാൻ ഒരു നിവൃത്തിയില്ല. നൽകിയ വായ്പകൾ തിരിച്ചു കിട്ടാത്തതിനാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ലോണുകൾ തിരിച്ചു കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മാക്സിമം എല്ലാം ലോണിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇതുവരെ ഞങ്ങളോട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വരുമ്പോൾ ഞങ്ങൾ വരുന്ന കളക്ഷൻ്റെ ഒരു ഭാഗം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഈ ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാഡം വരുമ്പോൾ പൈസ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ വരുമ്പം കൊടുത്തിട്ടുമുണ്ട്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഇത് വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു സാഹചര്യമാണല്ലോ. നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കാൻ ചെല്ലുമ്പോൾ ബാങ്ക് കൈമലർത്തുന്ന സാഹചര്യം, അതാണല്ലോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്താണ് ബാങ്ക് അധികൃതർ പറയുന്നത്? നിക്ഷേപകർക്കുള്ള ആശങ്ക എന്താണ്?
ഗോപി, ഈ ബാങ്കിൽ കുറേ മാസങ്ങളായി തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ സോമസാഗരത്തെ പോലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർ കുറേ മാസങ്ങളായി ഈ ബാങ്കിൽ ഈ നിക്ഷേപിച്ച തുക തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് ബാങ്കിലെത്തി. പക്ഷേ അവർക്കൊക്കെ തന്നെ ഗഡുക്കളായിട്ട് നൽകാമെന്നൊരു ധാരണയാണ്, ഒരു വർത്തമാനമാണ് ബാങ്കിൽ നിന്നുണ്ടാവുന്നത്. കാരണം ഒരുമിച്ച് ഈ നിക്ഷേപിച്ച തുക ഒരുമിച്ച് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ബാങ്ക് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 6 മാസം മുൻപാണ് ഈ സോമസാഗരം മകളുടെ വിവാഹ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ബാങ്കിൽ ആദ്യമായി ചെല്ലുന്നത്. ഈ നിക്ഷേപം FD തുടങ്ങിയത് 8 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും മകളുടെ വിവാഹം അതിനു വേണ്ടിയിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ടും വീട്ടിൻ്റെ അറ്റകുറ്റപ്പണിക്കും വേണ്ടിയിട്ടാണ് 6 മാസം മുമ്പ് ആദ്യം ചെല്ലുന്നത്. പക്ഷേ ഒരുമിച്ച് 5 ലക്ഷം രൂപ തരാൻ പറ്റില്ല എന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. പക്ഷേ ഈ പണം കിട്ടാനായി പലതവണ ബാങ്കിൽ കയറിയിറങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ മാസത്തിലും കയറിയിറങ്ങിയപ്പോൾ ബാങ്ക് ജീവനക്കാർ മോശമായി പെരുമാറിയെന്നാണ് സോമസാഗരത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. തുടർന്നാണ് ഏപ്രിൽ 19-ന് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏതാണ്ട് 2 ആഴ്ചയോളം സോമസാഗരം അത്യാസന്ന നിലയിൽ തുടരുകയായിരുന്നു. ബന്ധുക്കളടക്കം നേരിട്ട് കണ്ട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പെരുമാറ്റവും ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള സംസാരവും കാരണമാണ് താൻ ഇങ്ങനെ ചെയ്തത്. മകളുടെ വിവാഹം, ഒപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ വീട് അത് നന്നാക്കണമടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൃഷിപ്പണിക്കാരനാണ്, മേസ്തിരി ജോലിക്ക് ചെയ്ത് വരുന്ന ആളാണ്, പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആൾ കൂടിയാണ്. അങ്ങനെ ജീവിതകാലം മൊത്തത്തിൽ ഉണ്ടാക്കിയ പണം, അതിൽ നിന്ന് മിച്ചം പിടിച്ച് നിക്ഷേപിച്ച പണമാണ്. അത് തിരികെ കിട്ടാത്തതിൽ വലിയ വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി അടുത്ത ബന്ധുക്കളും ഭാര്യയും സഹോദരിമാരും സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നു. മാത്രമല്ല ഈ ബാങ്കിൽ കൂടുതൽ നിക്ഷേപകർ ഈ ബാങ്കിൽ തങ്ങളുടെ പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് ബാങ്കിനെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നേതൃത്വം നൽകുന്ന ബാങ്കാണ്. ആ ബാങ്ക് കൂടുതൽ കടം കൊടുത്തിട്ടുള്ള ബാങ്കാണ്. അത് ഈ കടം പലതും ഡിഫോൾട്ട് ആവുകയാണ്, ഇത് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നിക്ഷേപകർ ഈ കരുവന്നൂരിൻ്റെയും കണ്ടല ബാങ്കിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിക്ഷേപം തിരികെ ചോദിച്ചെത്തുമ്പോൾ ആ പണം ഒരുമിച്ച് നൽകാൻ പറ്റാത്തതുണ്ടായത്. അല്ലാതെ ഈ സോമസാഗരം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് രണ്ടാമത് വീണ്ടും ഇവരുടെ ബന്ധുക്കൾ ഈ ബാങ്കിൽ എത്തിയിരുന്നു. അന്ന് ഇവരോട് സംസാരിച്ച് ജൂൺ 30-ന് ഈ പണം തിരികെ ഒരുമിച്ച് നൽകാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതും ഒരുപാട് വൈകിയാണ്. പക്ഷേ ഇതെല്ലാം ഈ സോമസാഗരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവൻ ആർക്കും രക്ഷിക്കാനായില്ല. എന്തായാലും കൂടുതൽ നിക്ഷേപകർ വരും ദിവസങ്ങളിൽ ഈ ബാങ്കിൽ തങ്ങളുടെ നിക്ഷേപ തുക ആവശ്യപ്പെട്ട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മാരായമുട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നെയ്യാറ്റിൻകരയിലുള്ള വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കവുമുണ്ടായി. കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട 30 പേരും എത്താത്തതിനാൽ RTO ഉദ്യോഗസ്ഥർ മടങ്ങി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ്, അഴുക്ക റോഡ്, 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ, മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന് ഇവർക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കും എന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ ഇത്. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു, ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നൽകണം. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTC മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി. 36 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ നടന്നത്. കൊന്നുകൊണ്ടിരുന്ന 6 പേരെ 5 പേരെ 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ്
ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്ന 0 ആണ് എന്ന് മനസ്സിലാക്കണം. മരണം 0 ആയി. കാസർഗോഡ് ഈ മാസം 24-ാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകളെ റദ്ദാക്കി. കോവിഡ് വ്യാപനം കാരണമെന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. അഖിൽ ഷാ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ പരിഷ്കാരങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗതാഗത മന്ത്രിയാകട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ എങ്ങനെയാണ് ഇതിനോട്, ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം ഏത് തരത്തിലുള്ളതാണ്? ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് ഈ ഫെബ്രുവരി 21-ന് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം തന്നെയാണ്. അതായത് പുതിയ പരിഷ്കാരങ്ങൾ ചെയ്തതിന് ശേഷമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായി ഉദ്യോഗസ്ഥരുൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിയത്. പക്ഷേ രാവിലെ മുതൽ ഈ ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുൻപിൽ, ഗ്രൗണ്ടുകൾക്ക് മുൻപിൽ വലിയ പ്രതിഷേധമായിരുന്നു. അത് സർക്കാർ അനുകൂല സംഘടനകളുണ്ട്, ഒപ്പം ഡ്രൈവിംഗ് സ്കൂളിലെ ഉടമകളുണ്ട്, അവരുടെ സംഘടനകളുണ്ട്. ഇത്തരത്തിൽ വലിയൊരു കൂട്ടായ സമരം തന്നെ സംസ്ഥാന വ്യാപകമായി ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ ഉന്നയിക്കുന്നത് ഈ ഗ്രൗണ്ടുകൾ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി ഇവർ തന്നെ അതിന്റെ ചിലവ് മുഴുവൻ വഹിക്കേണ്ടി വരും. അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് നൽകുന്ന വാഹനങ്ങൾ, അതായത് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ, അത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനമായിരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും, കർശനമായ നിർദ്ദേശം ഈ സർക്കുലറിലുണ്ട്. പക്ഷേ അതും പാലിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി വരും. കാര്യം ഒട്ടുമിക്ക ഡ്രൈവിംഗ് സ്കൂളുകളിലും 15 വർഷത്തിനൊക്കെ മുകളിലുള്ള വാഹനങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിൻ്റെ മാറ്റി പുതിയ വാഹനത്തിലേക്ക് വരാമെന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പരിഷ്കരണം മുഴുവൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഈ സമരക്കാരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ഒക്കെ ഉള്ളത്. മറുവശത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ പരിഷ്കരണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ ഉറച്ചു നിൽക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്ക് നൽകിയൊരു കേസുണ്ട്. അതിൽ കോടതിയും വിധി പറയാനായി ഇരിക്കുകയാണ്. എന്തായാലും കോടതിയുടെ നിലപാട്, അതുപോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാമോ, അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതൊക്കെ കണ്ടു തന്നെ അറിയണം. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ഉണ്ടെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ എല്ലാ ജില്ലകളിലും സമരം നടന്നെങ്കിലും മന്ത്രി മലപ്പുറത്തെ മാത്രം അധിക്ഷേപിച്ചുവെന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തിയത്. ഗതാഗത വകുപ്പിലെ കെടുകാര്യസ്ഥത മറയ്ക്കാനാണ് അപ്രായോഗിക പരിഷ്കാരങ്ങളെന്നും വിമർശനമുണ്ടായി. സമീർ C മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, മലപ്പുറത്ത് ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ഉണ്ട് എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണല്ലോ മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് PMA സലാം പറഞ്ഞിരിക്കുന്നത്? മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇത്തരം ഒരു പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വകുപ്പിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ജാള്യത മറക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരമൊരു അപ്രായോഗികമായിട്ടുള്ള നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള മേയറുടെ റോഡ് ഷോ, അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു പിടിക്കാനാണ് ഇത്തരമൊരു വിമർശനമായിക്കൊണ്ട് മന്ത്രി എത്തിയതെന്നുള്ള കാര്യമാണ് PMA സലാം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, പലപ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മലപ്പുറത്തുകാരെ തീവ്രവാദികളാക്കുന്ന ഒരു നിലപാട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടായില്ല, അല്ലെങ്കിൽ തീവ്രവാദികൾ വിളിക്കാതിരുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമായി തങ്ങൾ കാണുന്നു എന്നുള്ള കാര്യം കൂടി PMA സലാം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, വാചകമടിയും അതുപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം തമ്മിൽ വലിയ അന്തരമാണുള്ളത്. പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ മന്ത്രി നടപ്പിലാക്കുന്നത്. അതൊരു തരം തുഗ്ലക് പരിഷ്കാരമാണ്. ആ പരിഷ്കാരത്തിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നത്. അങ്ങനെ പ്രതിഷേധം ഉയരുമ്പോൾ അതിന് മലപ്പുറത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മന്ത്രിയുടെ അസുഖം അത് മറ്റൊന്നാണ് എന്നുള്ള കാര്യം കൂടി PMA സലാം പറഞ്ഞു വെക്കുന്നു. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ PMA സലാമിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രസ്താവന, മാധ്യമങ്ങൾ ഒരു പ്രസ്താവന ലീഗിന്റെ ഓഫീസിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി ആ വിഷയത്തിൽ മലപ്പുറത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയത് അതൊരു തരം വർഗീയ ചുവയോട് കൂടെയുള്ളതാണ് എന്നുള്ള ഒരു സ്വരം കൂടി PMA സലാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മന്ത്രി ഈ പ്രസ്താവന. സമീർ C മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി. കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള നടപടി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവും കോവിഡിനെ ഒത്തൊരുമിച്ച് തോൽപ്പിക്കാമെന്ന സന്ദേശവും ഉൾപ്പെടുത്തിയിരുന്നു.
ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദേശം മാത്രമാണുള്ളത്. ചിത്രവും പേരും ഒഴിവാക്കി. കോവിഡ് വാക്സിനേഷൻ ഭരണനേട്ടമായി BJP ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ UK കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് തിരിച്ചടിയായി. വാക്സിൻ വിതരണത്തിന് BJP കമ്മീഷൻ വാങ്ങിയെന്നും ഇതാണോ മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ഇതിനു പിന്നാലെയാണ് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവും അപ്രത്യക്ഷമായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നടപടിയെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്നാൽ 2 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് മാറ്റമെന്നത് വാദത്തെ ദുർബലപ്പെടുത്തുന്നു. 24 ഡൽഹി. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായുണ്ട്. നിതിൻ, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണോ നൽകുന്ന വിശദീകരണം? പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കപ്പെട്ടതും ഇപ്പോൾ ഈ കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദവും തമ്മിൽ എന്ത് ബന്ധം? ഗോപി, ആരോഗ്യമന്ത്രി നൽകുന്ന വിവരം ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ തുടർന്നാണ് ഇത്തരമൊരു നീക്കം നടപടിയെന്നാണ്. അതേസമയം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വലിയ വിവാദമാണ് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം. അത്തരമൊരു വിവാദം ഇപ്പോൾ കത്തുന്നിടയിലാണ് ഇങ്ങനൊരു നടപടി ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, 2 ഘട്ട വോട്ടെടുപ്പ് നടന്ന ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയുള്ള ഒരു വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയത്തെ ഇപ്പോഴത്തെ വാദം അത് ദുർബലപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മറ്റൊരു വിശദീകരണം 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ നിലയിൽ തന്നെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത് എന്നാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ ചർച്ചയായി തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJP ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇതുവരെ നൽകിയിട്ടില്ല. വാക്സിനേഷൻ വലിയൊരു ഭരണനേട്ടമായി തന്നെ BJP പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലടക്കം ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുന്നതും പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തത്. എന്തായാലും 2 വാക്സിൻ സ്വീകരിച്ചവർക്ക് നാളിതുവരെ നൽകിയ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അത്തരം ചിത്രങ്ങളില്ലാതെ ഒരു സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇതിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം ഇത് വലിയ ചർച്ചയായി ഉയരുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇത്തരം ഒരു വിശദീകരണം. പക്ഷേ ആ വിശദീകരണം വലിയ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യം, 2 ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ വിവാദം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വൽ 7 ദിവസത്തെ സാവകാശം തേടിയതിന് പിന്നാലെയാണ് നടപടി. 3 അതിജീവിതമാരുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വലിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. 7 ദിവസത്തെ സാവകാശം വേണമെന്നാണ് പ്രജ്വൽ നോട്ടീസിനു മറുപടി നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. പ്രജ്വലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. ദൃശ്യങ്ങൾ പകർത്തിയ പ്രജ്വലിന്റെ ഫോണും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കേണ്ടത് കേസിൽ നിർണായകമാണ്. പ്രജ്വൽ കൂടുതൽ സമയം വിദേശത്ത് തുടർന്നാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. പീഡനത്തിനിരയായ 3 പേരുടെ കൂടി മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിനിടെ കേസ് ദേശീയ തലത്തിൽ പ്രചാരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ വിഷയത്തിൽ കരുതലോടെയാണ് NDA സഖ്യത്തിന്റെ നീക്കം. 24 ബംഗളൂരു. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ദുരൂഹത തുടരുന്നു. തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടിട്ടില്ലെന്ന് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം MP പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരും KSRTC ഡ്രൈവർ LH യദുവും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതിൽ ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. KSRTCയുടെ പരാതിയിൽ കേസെടുത്ത തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനും ഇന്നലെ തീരുമാനമായി. മെമ്മറി കാർഡ് കാണാതായതിൽ KSRTCക്കും പോലീസിനും വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി.
ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടതിൽ മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. സച്ചിൻ ദേവ് എം.എൽ.എ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിടുന്ന ആരോപണം ശുദ്ധ നുണയാണെന്ന് എ റഹീം MP പ്രതികരിച്ചു. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. ആര്യ രാജേന്ദ്രനെതിരായ സൈബർ ആക്രമണം എല്ലാ പരിധികളും ലംഘിച്ചെന്ന് എ റഹീം പറഞ്ഞു. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് ഡിവൈഎഫ്ഐ. മേയർക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ ഇതുവരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിനും നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിനുമാണ് കേസ്. 24 തിരുവനന്തപുരം. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലീസ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് M. വിൻസെന്റ് MLA ആരോപിച്ചു. ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് MLA ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും ശ്രീ സച്ചിൻ ദേവ് MLA ഒരു KSRTC ഡ്രൈവറുമായി ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ പോലീസ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെയും ക്രിമിനൽ നടപടി ചട്ടങ്ങളെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനുമെല്ലാം വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ശ്രീ യദു പോലീസിന് കൃത്യമായ പരാതി നൽകിയിട്ടും FIR എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ? AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ വിഷയത്തിൽ 2 പ്രതികരണങ്ങളാണ് ഇന്ന് വന്നത്. ഒന്ന് A. റഹീം MPയുടെയും ഒന്ന് A. വിൻസെന്റ് MLAയുടെയും. പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന ആക്ഷേപമാണല്ലോ വിൻസെന്റ് ഉന്നയിക്കുന്നത്. എന്തായിരുന്നു A. റഹീം പറഞ്ഞത്? ഈ വിവാദം ഏത് ദിശയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്? അതായത് ഗോപികൃഷ്ണൻ, ഈ A. റഹീം രാവിലെ വാർത്താസമ്മേളനം നടത്തി പൂർണ്ണമായും ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും ന്യായീകരിക്കുന്ന, അവർക്ക് പിന്തുണ അർപ്പിക്കുന്ന തലത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. തെറ്റ് പൂർണ്ണമായും യദുവിൻ്റെ എന്നൊരു നിലപാടായിരുന്നു A. റഹീം സ്വീകരിച്ചത്. പോലീസിനുൾപ്പെടെ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം രാവിലെ പറയുകയുണ്ടായി. ഇനി വിൻസെന്റ് MLAയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻസെന്റ് MLA പോലീസ് നടപടികളെ പൂർണ്ണമായി എതിർക്കുകയാണ്, അല്ലെങ്കിൽ എതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി ഒരു ക്രൈം നടന്നാൽ, സംഭവം നടന്നാൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യണമെന്ന സുപ്രീം കോടതി മാനദണ്ഡം നിലവിലുണ്ടെന്ന് MLA ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഇതൊന്നും പാലിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നതിലും മറ്റും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യവും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ്. കേസെടുക്കരുതെന്ന കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഈ ആര്യ KSRTC ഡ്രൈവർ വിഷയം അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തലക്കെട്ടിൽ വാർത്തകളാവുന്നു. ഇനി അങ്ങോട്ടും നിറയുമെന്ന കാര്യം സ്വാഭാവികമാണ്. കാരണം M. വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയിൽ ഉൾപ്പെടെ പോകുമെന്ന കാര്യമാണ്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നിടയിലും ഈ നിർണായക ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തമ്പാനൂർ പോലീസ് KSRTCയുടെ പരാതിയിൽ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയാണ് പ്രാഥമികമായി പോലീസ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ KSRTC ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം CMDയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും ഈ മെമ്മറി കാർഡ് സംബന്ധിച്ച ഒരു തുമ്പിലേക്ക് എത്താനും ഇതുവരെ പോലീസിനോ KSRTCക്കോ സാധിച്ചിട്ടില്ല. ഇത് വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത്. മേയറും ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിരവധിയായുള്ള അന്വേഷണങ്ങൾ KSRTCയുടെയും പോലീസിന്റെയും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTC പത്തനാപുരം ഡിപ്പോയിലെ കൂട്ട അവധിയിൽ 14 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 4 പേരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും 10 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ പത്തനാപുരം ഡിപ്പോയിലെ കൂട്ട അവധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്?
ഗോപികൃഷ്ണൻ മുൻകൂട്ടി അറിയിക്കാതെ അനധികൃതമായാണ് ജീവനക്കാർ അവധിയെടുത്തത്. ഏപ്രിൽ 29, 30 തീയതികളിലാണ് ജീവനക്കാർ കൂട്ടത്തോടെ ജോലിക്ക് ഹാജരാകാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ദിവസം നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KSRTC CMDയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. 10 ജീവനക്കാരെ സ്ഥലം മാറ്റുകയും 4 ബദൽ ജീവനക്കാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് KSRTC അറിയിക്കുന്ന കാര്യം. മാത്രമല്ല, ഇതിലൂടെ കോർപ്പറേഷന് 1,88,665 രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും KSRTC ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഈ സാധാരണ ജനങ്ങളെ അടക്കം ഇവരുടെ ഈ നടപടി ഗുരുതരമായി ബാധിച്ചുവെന്നും പറയുന്നുണ്ട്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു അച്ചടക്ക നടപടി KSRTC സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടി ഇനി ആവർത്തിച്ചാൽ കൂടുതൽ ശക്തമായ ഒരു നടപടികളിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി KSRTC ഇപ്പോൾ നൽകുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ AICC ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വയനാട്ടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഉണ്ട്. നിതിൻ, വളരെ നേരത്തെ തന്നെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പിക്കാനായോ? പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് മാറി നിൽക്കുക എന്ന തീരുമാനമാണോ ഉള്ളത്? എന്തൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? ഗോപി, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ തന്നെ AICC നേതൃത്വം വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ പ്രഖ്യാപനം നീളുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. അമേഠിയിൽ രാഹുൽ ഗാന്ധി, റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധി എന്നിവർ മത്സരിക്കണമെന്നൊരാവശ്യമാണ് നേതൃത്വം ഇപ്പോഴും അറിയിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമേ മത്സരരംഗത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരത്തിൽ ഇറക്കി വിജയിച്ചാൽ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ നെഹ്റു കുടുംബത്തിൽ 3 പേർ ഒരേ സമയം ഉണ്ടാകുന്നത് കുടുംബവാഴ്ച എന്നൊരു വിമർശനത്തിന് BJP ഉയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ മാത്രം മത്സരിക്കുക എന്നൊരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. രാഹുൽ ഗാന്ധി അമേഠിയിലോ അല്ലെങ്കിൽ റായ്ബറേലിയിൽ നിന്നാകും മത്സരരംഗത്ത് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും സാധ്യതയുള്ളത് റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ നമുക്ക് ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. നമുക്കറിയാം, അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായി തന്നെ സ്ഥാനാർത്ഥികൾ വേണമെന്നൊരാവശ്യം നേരത്തെ തന്നെ പ്രവർത്തകരടക്കം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഉത്തർപ്രദേശ് PCC ഘടകവും സമാനമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നേതൃത്വം ഇതിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും പ്രഖ്യാപനം അല്പസമയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർക്കാർ കരാറുകളിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തും എന്നാണ് പുതിയ ആരോപണം. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും നരേന്ദ്രമോദി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, വീണ്ടും ഈ അധിക്ഷേപ സ്വഭാവമുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നതാണോ, വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്നതാണോ നമ്മൾ കാണുന്നത്? ഗുജറാത്തിലെ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ എന്താണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി പല സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലടക്കം നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധേയമായി തോന്നിയത് 2 മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ്. പക്ഷേ പുതിയ ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഗുജറാത്തിലെത്തുമ്പോൾ അദ്ദേഹം നടത്തുന്നത്. സുരേന്ദ്രനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി ഈ വിധം ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും സംവരണം എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോട്ട കോൺഗ്രസ് നൽകാൻ പോകുന്നു. അത് സർക്കാർ കോൺട്രാക്ടുകളുടെ കാര്യത്തിൽ പോലും, സർക്കാർ കരാറുകളുടെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു കോട്ട കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതിനൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഛത്തീസ്ഗഡിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ ഒരു പ്രസംഗത്തിലൊരു ഭാഗം അടർത്തിയെടുത്തും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് വിഷ്ണു ഭക്തരെയും ശിവഭക്തരെയും തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അത് പാർട്ടി അധ്യക്ഷൻ തന്നെ അത് നടത്തുന്നു. പക്ഷേ അത്തരം ഹിന്ദു സമുദായത്തെ തകർക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളെയൊക്കെ തന്നെ BJP ചെറുക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മുഗളന്മാർ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് കോൺഗ്രസ് നടത്താൻ ശ്രമിക്കുന്നതെന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും കൂടി ചെയ്തു. ഗോപികൃഷ്ണൻ.
ശരി, ശ്രീനാഥ് ചന്ദ്രൻ ആണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂർ കലാപം തുടങ്ങിയതിന്റെ 1ാം വാർഷികമായ നാളെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത് കുക്കി സംഘടന. കാങ്പോക്പി ജില്ലയിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിച്ച സെമിത്തേരിയിൽ പ്രവർത്തകർ ഒത്തുചേരണമെന്നും നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, മണിപ്പൂരിൽ സംഘർഷം അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയിട്ട് നാളേക്ക് 1 വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ നാളെ സമ്പൂർണ്ണ അടച്ചിടൽ സംസ്ഥാനത്ത് നടത്താനുള്ള ആഹ്വാനമാണ് കുക്കി സംഘടനയായ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റി നൽകിയിരിക്കുന്നത്. സദർ ഹിൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആദിവാസി സംഘടനയാണ് ഈ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റി. ഈ സംഘർഷത്തിന്റെ 1ാം വാർഷികത്തിൽ ഈ സംഘർഷത്തിൽ മരിച്ച കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് ആദരമർപ്പിക്കാനായി ഒത്തുചേരാനുള്ള ആഹ്വാനം ഈ സംഘടന നൽകിയിട്ടുണ്ട്. കാങ്പോക്പി ജില്ലയിലെ ഹൈജാങ് ഗ്രാമത്തിലെ രക്തസാക്ഷികളുടെ സെമിത്തേരിയിൽ എല്ലാവരും ഒത്തുചേരണം പ്രാർത്ഥനകൾക്കായി എന്നാണ് ആഹ്വാനം. ഒപ്പം തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ പൂർണ്ണ അടച്ചിടൽ നടപ്പാക്കണമെന്നും വീടുകളിലും കരിങ്കൊടി ഉയർത്തണമെന്നും വൈകിട്ട് 7 മണി മുതൽ മെഴുകുതിരി തെളിച്ചുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നും ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൂടാതെ ദേശീയപാതയോരങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള മെഴുകുതിരി തിരിച്ചുള്ള പ്രദർശനങ്ങൾ നടത്തണം എന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവർക്ക് ആദരമായി ഗൺ സല്യൂട്ട് നൽകണമെന്നും കറുത്ത വസ്ത്രം ധരിക്കണമെന്നുമുള്ള ആഹ്വാനവും ഈ സംഘടന നൽകിയിട്ടുണ്ട്. 1ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. SNC ലാവലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത് ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. മറ്റു കേസുകളിൽ നടപടി നീണ്ടുപോകുന്നതിനാലാണ് ഹർജി പരിഗണിക്കാത്തത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആർക്കെ, ഇന്നും ഈ ലാവ്ലിൻ കേസിലെ CBI സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചിട്ടില്ല. സാങ്കേതികമായ കാരണങ്ങളാണോ? ആണ് ഗോപി. കാരണം ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നത് 110ാമത്തെ ഇനമായിട്ടായിരുന്നു. 101ാമത്തെ ഇനം അത് അല്പം നീണ്ട ഈ 100 മുതലുള്ള കേസുകൾ, അത് ദീർഘമായിട്ടുള്ള വാദം ആവശ്യമായിട്ടുള്ള കേസുകളാണ് അങ്ങനെ ലിസ്റ്റ് ചെയ്യുക. രാവിലെ പരിഗണിച്ചത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഈ കേസുകൾ പരിഗണിച്ചു തുടങ്ങിയത്. എന്നാൽ 101ാമത്തെ കേസിൽ വാദം നീണ്ടു പോയ സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പരിഗണിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത ആഴ്ച ഒരു തവണ കൂടി ഈ കേസ് ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനുശേഷം അന്നും ഇതിന് സമാനമായിട്ടാണ് സാഹചര്യങ്ങൾ പോകുന്നതെങ്കിൽ പിന്നീട് കേസ് പരിഗണിക്കപ്പെടുന്നത് ജൂലൈയിലോ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആയിരിക്കും. അത് നീണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും ഈ സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ വെക്കേഷന് മുമ്പ് ഈ കേസ് ലിസ്റ്റ് ചെയ്തെങ്കിലും അത് വെക്കേഷന് ശേഷത്തേക്ക് നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. IPL-ൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന എവേ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടമുറപ്പിച്ച സഞ്ജു സാംസന്റെ ഇനിയുള്ള ലക്ഷ്യം രാജസ്ഥാൻ റോയൽസിനെ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമാക്കുക. 9-ൽ 8 ജയിച്ച 16 പോയിന്റുള്ള രാജസ്ഥാന് ടോപ്പ് 4 ഉറപ്പിക്കാൻ ഒരു ജയം മതി. 4 അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു തന്നെയാണ് രാജസ്ഥാൻ ബാറ്റിംഗിന്റെ കരുത്ത്. സന്ദീപ് ശർമ്മയും ട്രെന്റ് ബോൾട്ടും ആവേശ് ഖാനും ഉൾപ്പെടുന്ന ബൗളിംഗ് നിരയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. തകർപ്പൻ ജയങ്ങൾക്ക് ശേഷം തുടർച്ചയായി 2 മത്സരങ്ങളിൽ തോറ്റതിന്റെ ക്ഷീണത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സ്വന്തം തട്ടകത്തിലെത്തുമ്പോൾ ജയിച്ച പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താമെന്ന് മോഹിക്കുന്നു പാറ്റ് കമ്മിൻസും സംഘവും. ചെന്നൈക്കെതിരെ പരുങ്ങിയ ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസനുമെല്ലാം ഫോം വീണ്ടെടുത്താൽ കൂറ്റൻ സ്കോർ തന്നെ കാണാം. റൺമഴയ്ക്ക് പേരുകേട്ട ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെടിക്കെട്ട് ബാറ്റർമാരടങ്ങിയ 2 ടീമുകൾ മുഖാമുഖം വരുമ്പോൾ കിടലൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു ആരാധകർ. നേർക്കുനേർ കണക്കുകളിൽ ഒപ്പത്തിനൊപ്പമാണ് രാജസ്ഥാനും ഹൈദരാബാദും. 18 മത്സരങ്ങളിൽ 9 വീതം ജയം. സ്പോർട്സ് ഡെസ്ക് 24. മലപ്പുറത്ത് +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കും. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്,
മലപ്പുറത്തെ +1 സീറ്റിന്റെ കാര്യത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആശങ്ക മലപ്പുറത്തുകാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്ന വാർത്ത വരുന്നു. എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരം? ഗോപി, +1 പ്രവേശന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനായി ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച സമാന രീതിയിൽ തന്നെയാണ് ഇത്തവണയും വർധനയുണ്ടാകുന്നത്. സർക്കാർ സ്കൂളിൽ 30% സീറ്റുകളും എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റുകളും വർദ്ധിപ്പിക്കും. എന്നാൽ എയ്ഡഡ് സ്കൂളിൽ വർദ്ധിപ്പിച്ച സീറ്റുകളിലേക്ക് അധ്യാപക നിയമനം നടത്താൻ പാടില്ല എന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 8-ാം തീയതിയാണ് SSLCയുടെ പരീക്ഷാഫലം പുറത്തു വരുന്നത്. ഇതിനുശേഷം നടക്കുന്ന പ്രവേശന നടപടികൾക്കിടയിൽ ആവശ്യമെങ്കിൽ വീണ്ടും സീറ്റ് വർദ്ധിപ്പിക്കാനും തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയതാണ് മലപ്പുറത്തെ സീറ്റ് പ്രശ്നം. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിച്ചില്ലെന്ന പരാതി വലിയ തരത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവേശന നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഗോപി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ നാളെ യൂത്ത് അലേർട്ട് പരിപാടി സംഘടിപ്പിക്കും. കെ ശൈലജയെ അധിക്ഷേപിക്കാൻ ഒരു സംഘം പ്രവർത്തിച്ചെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ആരോപിച്ചിരുന്നു. വടകരയെ അങ്ങനെ ധ്രുവീകരിപ്പിക്കാൻ, രണ്ട് തട്ടിലാക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് വടകര വർഗീയതയെ അതിജീവിക്കും യൂത്ത് അലേർട്ട് എന്ന പരിപാടിയുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരാനുണ്ടായ കാരണം. വാട്സപ്പിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ പൊതു ഗ്രൂപ്പുകളിലേക്കുമൊക്കെ കൊടുത്തുവിടുന്ന സന്ദേശങ്ങളെല്ലാം വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ബാക്കി പാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഞങ്ങളിലുണ്ട്. അതുണ്ടാകരുത്, അങ്ങനെ വടകരയുടെ നന്മയെ തകർക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത്. തെറ്റു ചെയ്ത KSRTC ഡ്രൈവറെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഒരു കൂട്ടം മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും വി വസീഫ് പറഞ്ഞു. ഒരു വണ്ടി ബോധപൂർവം അവര് മുന്നിൽ പോയിരുന്ന് ഇവരോട് ബഹളം വെച്ചതാണോ? അങ്ങനെ ആ ഡ്രൈവറോട് ഒരു മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ KSRTCയോടോ ഒരു മുൻവൈരാഗ്യവും ഇല്ല മേയർക്ക്. ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം, ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അവർ പുറത്തു വിട്ടല്ലോ, അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ, എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേയർ ഒരു 5 വർഷത്തെ ഇനിയും ഒരു 2 വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ, ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത്? രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, 2 വിവാദ വിഷയങ്ങളിലായിരുന്നല്ലോ വി വസീഫിന്റെ പ്രതികരണം, വിശദാംശം എന്താണ്? ഗോപി, തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ UDF വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തിയെന്ന് LDF ആരോപിച്ചിരുന്നു. ആ ആരോപണങ്ങളിൽ നിന്നും വോട്ടെടുപ്പിന് ശേഷവും പിന്നോട്ടു പോകാൻ LDF തയ്യാറാകുന്നില്ല. അതിന് ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് DYFI. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് നാളെ യൂത്ത് അലേർട്ട് സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ക്യാമ്പയിൻ തന്നെ നടത്താനാണ് DYFIയുടെ തീരുമാനം. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വടകരയിൽ നാളെ യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യൂത്ത് അലേർട്ട് സംഘടിപ്പിക്കാൻ പോകുന്നത്. DYFIയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ഈ പരിപാടിയുടെ ആകുമെന്നാണ് ഇന്ന് വസീഫ് പറഞ്ഞത്. വടകരയെ 2 തട്ടിലാക്കാൻ DYFI അനുവദിക്കില്ല. കെ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഒരു സംഘം പ്രവർത്തിച്ചു. ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടമാണെന്നും പറയുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കിയ ആളുകളാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സോമസാഗരത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചിരിക്കുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്ന് ഉച്ചയോടെയാണ് സോമസാഗരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായത്. അതിനുശേഷം ഉച്ചയ്ക്ക് 3:30 നെയ്യാറ്റിൻകര രാമേശ്വരത്തുള്ള വീട്ടിൽ സോമസാഗരത്തിൻ്റെ മൃതദേഹം എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഏപ്രിൽ 19 അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിനെ തുടർന്ന് ഏതാണ്ട് 12 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാരായമുട്ടം പോലീസും മജിസ്ട്രേറ്റും അന്ത്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ
മൊഴിയിലാണ് അദ്ദേഹം ബാങ്കിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ആ 5 ലക്ഷം രൂപ നിക്ഷേപിച്ച ആ പണം തിരികെ ലഭിക്കാത്തതിൽ മനംനൊന്താണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അദ്ദേഹം അന്ത്യമൊഴി നൽകിയിരുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. എന്തായാലും മൃതദേഹം നേരത്തെ ഈ ബാങ്കിന് മുന്നിൽ വെച്ച് പ്രതിഷേധിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ബന്ധുക്കൾ ഇടപെട്ട് മാറ്റുകയായിരുന്നു. എന്തായാലും മൃതദേഹം നേരിട്ട് മെഡിക്കൽ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ 1 മണിക്കൂറിൽ പരിശോധിച്ചത്.